economics.comന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി. ക്ലാസിക്കൽ തിയറിയിലെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. The attainment of full employment in the classical theory is based on the assumption that there is wage price interest flexibility. ക്ലാസിക്കൽ തിയറിയിൽ ഒരു സമ്പദ് വ്യവസ്ഥ എല്ലായ്പ്പോഴും ഫുൾ എംപ്ലോയ്മെൻറ്റിലായിരിക്കും. അപ്പോൾ ഈ ഫുൾ എംപ്ലോയ്മെൻറ്റ് അറ്റൈൻ ചെയ്യുന്നത് ഒരു അസംഷൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു അസംഷൻ എന്താണ്? വേജ് പ്രൈസ് ഇൻട്രസ്റ്റ് ഫ്ലെക്സിബിലിറ്റി. അതായത് വേജ് പ്രൈസ് ഇൻട്രസ്റ്റ് എന്നിവ ഫ്ലെക്സിബിളാണ്. വേതനം, വില, അതുപോലെ പലിശ, ഇതൊക്കെ മാറ്റങ്ങൾക്ക് വിധേയമാണ്. ഈ ഒരു അസംഷൻ്റെ അടിസ്ഥാനത്തിലാണ് സമ്പദ് വ്യവസ്ഥയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഫുൾ എംപ്ലോയ്മെൻറ്റിൽ എത്താൻ കഴിയുന്നത്. In an economy with no labor unions or other labor market imperfection, the money wage rate would be flexible downward. ഇനി ഇവിടെ പറയുന്നൊരു സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് അവിടെ എന്തുണ്ടായിരിക്കില്ല? ലേബർ യൂണിയൻസിൻ്റെ പ്രവർത്തനം ഇല്ല, തൊഴിലാളി സംഘടനകളുടെ പ്രവർത്തനം ഉണ്ടായിരിക്കില്ല. അതുപോലെ ലേബർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് മറ്റ് ഇൻപെർഫെക്ഷൻസ് ഒന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ മണി വേജ് റേറ്റ് എപ്പോഴും എന്താണ്? കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മണി വേജ് റേറ്റ് വുഡ് ബി ഫ്ലെക്സിബിൾ ഡൗൺവേർഡ്. ഫ്ലെക്സിബിൾ മീൻസ് മാറ്റങ്ങൾക്ക് വിധേയമാണ്. പക്ഷെ അതിൻ്റെ ആ ഒരു ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഡൗൺവേർഡാണ്. കൂടുന്നതിനെ കുറിച്ചല്ല പറയുന്നത്, മണി വേജ് റേറ്റ് കുറയുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. The idea that a general cut in money wages will lead the economy to a state of full employment was suggested by A.C. Pigou. ഇനി സമ്പദ് വ്യവസ്ഥയ്ക്ക് ഫുൾ എംപ്ലോയ്മെൻറ്റിൽ എത്താൻ വേണ്ടിയിട്ട് പറയുന്ന മറ്റൊരു മാർഗ്ഗമാണ് എന്ത്? മണി വേജ് റേറ്റ് കുറയ്ക്കുക. മണി വേജ് റേറ്റ് കുറച്ചുകൊണ്ട് സമ്പദ് വ്യവസ്ഥയെ ഫുൾ എംപ്ലോയ്മെൻറ്റിലേക്ക് എത്തിക്കാം എന്നൊരു ആശയം ആദ്യമായി നിർദ്ദേശിച്ച വ്യക്തിയുടെ പേരാണ് A.C. Pigou. ഇനി എന്താണ് ഫ്ലെക്സിബിൾ മണി വേജ് റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? A flexible money wage rate is one that falls in the face of an excess supply of labor as workers compete for the available jobs. ഈ ഫ്ലെക്സിബിൾ മണി വേജ് റേറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ മണി വേജ് റേറ്റ് കുറയാണ് ചെയ്യുന്നത്. കുറയാനുള്ള കാരണമായിട്ട് പറയുന്നത് ലേബേഴ്സിൻ്റെ സപ്ലൈ അധികമായിട്ട് വരുന്നൊരു സാഹചര്യം. ലേബേഴ്സിൻ്റെ സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ജോലിക്ക് വരുന്ന തൊഴിലാളികളുടെ എണ്ണത്തിനെയാണ് ലേബർ സപ്ലൈ എന്ന് പറയുന്നത്. അത് ഡിമാൻഡിനേക്കാൾ കൂടുതലായിട്ട് വരിക, ആവശ്യമുള്ളതിനേക്കാൾ കൂടുതലായിട്ട് വരുന്നതിനെയാണ് എക്സസ് സപ്ലൈ ഓഫ് ലേബർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലേബേഴ്സിൻ്റെ സപ്ലൈ അധികമാകുന്ന സമയത്ത് എന്തുണ്ടാവും? നിലവിലുള്ള ജോലിക്ക് വേണ്ടിയിട്ട് ലേബേഴ്സ് തമ്മിൽ അല്ലെങ്കിൽ വർക്കേഴ്സ് തമ്മിൽ ഒരു മത്സരം ഉണ്ടാവും. ആ മത്സരത്തിൻ്റെ ഭാഗമായിട്ടാണ് മണി വേജ് റേറ്റ് കുറയുന്നത്. അതിനെയാണ് ഫ്ലെക്സിബിൾ മണി വേജ് റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ മണി വേജ് റേറ്റ് ഫാൾസ് ഫ്രീലി വെനെവർ ദർ ഈസ് അൺഎംപ്ലോയ്മെൻറ്റ്. എപ്പോഴാണോ അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാകുന്നത് ആ സമയത്ത് എന്ത് ചെയ്യും? മണി വേജ് റേറ്റ് കുറയും. ദസ് എ റിഡക്ഷൻ ഇൻ ദി മണി വേജ് റേറ്റ് ബ്രിങ്സ് ദ ഇക്കോണമി ബാക്ക് ടു ഫുൾ എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ മണി വേജ് റേറ്റ് കുറയുകയാണെങ്കിൽ അത് സമ്പദ് വ്യവസ്ഥയെ വീണ്ടും ഫുൾ എംപ്ലോയ്മെൻറ്റിലേക്ക് തന്നെ എത്തിക്കുന്നു. In a competitive economy, when money wages are reduced, they lead to a reduction in the cost of production and consequently lower prices of product. ഇനി ഇങ്ങനെയുള്ളൊരു സമ്പദ് വ്യവസ്ഥയിൽ മണി വേജ് കുറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപ്പാദന ചെലവുകൾ കുറയാണ് ചെയ്യുന്നത്. ഉൽപ്പാദന ചെലവുകൾ കുറയുന്നതിൻ്റെ ഫലമായിട്ട് സാധനങ്ങളുടെ വിലയും കുറയുന്നു. നമ്മൾ അടുത്തത് പറയുന്നത് ഡിമാൻഡും പ്രൈസും തമ്മിലുള്ള റിലേഷനാണ്. നമുക്കറിയാം ഡിമാൻഡും പ്രൈസും തമ്മിൽ എപ്പോഴും ഒരു ഇൻവേഴ്സ് റിലേഷനാണ് വരുന്നത്. പ്രൈസ് കൂടുകയാണെങ്കിൽ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുകയാണെങ്കിൽ ഡിമാൻഡ് കൂടും. അതിനെയാണ് ലോ ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ ചോദന നിയമം എന്ന് പറയുന്നത്. ഇവിടെ പ്രൈസ് കുറഞ്ഞത് കാരണം സാധനങ്ങളുടെ ഡിമാൻഡ് വർദ്ധിക്കുന്നു. വെൻ പ്രൈസ് ഫോൾ ദ ഡിമാൻഡ് ഫോർ കമ്മോഡിറ്റീസ് വിൽ ഇൻക്രീസ് ആൻഡ് സെയിൽസ് വിൽ ബി പുഷ്ഡ് അപ്പ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സാധനങ്ങളുടെ ഡിമാൻഡ് കൂടിയത് കൊണ്ട് അവിടെ ഏതും കൂടുന്നുണ്ട്? സെയിൽസും വർദ്ധിക്കുന്നുണ്ട്. ഇൻക്രീസ്ഡ് സെയിൽസ് വിൽ നെസസിറ്റേറ്റ് ദ എംപ്ലോയ്മെൻറ്റ് ഓഫ് മോർ ലേബർ ആൻഡ് അൾട്ടിമേറ്റ്ലി ഫുൾ എംപ്ലോയ്മെൻറ്റ് വിൽ ബി അറ്റൈൻഡ്. ഇനി ഇവിടെ സെയിൽസ് കൂട്ടിക്കഴിഞ്ഞ് എന്ത് ചെയ്യണം? അതിനനുസരിച്ച് ഉൽപ്പാദനം നടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഉൽപ്പാദനം കൂട്ടണമെങ്കിൽ തീർച്ചയായും ലേബേഴ്സിൻ്റെ എണ്ണം കൂടണം. അപ്പോൾ അവിടെ കൂടുതൽ ലേബേഴ്സിനെ ഹയർ ചെയ്യുകയും സമ്പദ് വ്യവസ്ഥയിൽ എംപ്ലോയ്മെൻറ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സമ്പദ് വ്യവസ്ഥയ്ക്ക് എന്ത് ചെയ്യാം? ഫുൾ എംപ്ലോയ്മെൻറ്റിലേക്ക് തന്നെ എത്താൻ കഴിയും. ദ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് അസ്യൂംഡ് ദാറ്റ് ദ അഗ്രിഗേറ്റ് സപ്ലൈ കർവ് ഓഫ് ലേബർ ഈസ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് അറ്റ് ദ ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ട്.
ഉൽപ്പന്നത്തിൻ്റെ നിലവാരം ഫുൾ എംപ്ലോയ്മെൻറ്റിലാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ അഗ്രിഗേറ്റ് സപ്ലൈ കർവിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആയിരിക്കും. അതായത് വൈ ആക്സിസിന് വെർട്ടിക്കലായിട്ടാണ് നമ്മൾ അഗ്രിഗേറ്റ് സപ്ലൈ കർവ് വരയ്ക്കുന്നത്. ഫുൾ എംപ്ലോയ്മെൻറ്റ് ഔട്ട്പുട്ട് ഈസ് ഡിറ്റർമിൻഡ് അറ്റ് ദ പോയിന്റ് where aggregate demand curve for labor intersect the perfectly elastic aggregate supply curve of labor. ഇനി എങ്ങനെയാണ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഔട്ട്പുട്ട് നിർണ്ണയിക്കപ്പെടുന്നത്? ലേബേഴ്സിൻ്റെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവും അഗ്രിഗേറ്റ് സപ്ലൈ കർവും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ്. ആ ഒരു പോയിന്റിനകത്താണ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഔട്ട്പുട്ട് നിർണ്ണയിക്കപ്പെടുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടൊരു ഗ്രാഫാണ് വരുന്നത്. ഗ്രാഫിൽ എന്താണ്? എക്സ് ആക്സിസിൽ എംപ്ലോയ്മെൻറ്റും ഔട്ട്പുട്ടും മെഷർ ചെയ്തിട്ടുണ്ട്. വൈ ആക്സിസിൽ പ്രൈസാണ് മെഷർ ചെയ്തിരിക്കുന്നത്. വെർട്ടിക്കലായിട്ട് വരച്ചിരിക്കുന്നത് AS അഗ്രിഗേറ്റ് സപ്ലൈ കർവ് ഓഫ് ലേബർ, AD എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ഫോർ labor. The full employment output is YF and the price level is P. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഗ്രാഫ് പ്രകാരം ഫുൾ എംപ്ലോയ്മെൻറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് YF ആണ്. ആ YF 200 യൂണിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പ്രൈസ് ലെവൽ P എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ലെവൽ എത്രയാണ്? റുപ്പീസിൽ പറയുകയാണെങ്കിൽ 2 രൂപയാണ് യൂണിറ്റിൻ്റെ പ്രൈസ് വരുന്നത്. ദ ടോട്ടൽ സ്പെൻഡിങ് ഇൻ ദ ഇക്കോണമി ഈസ് RS 400. അപ്പോൾ ഇവിടെ സമ്പദ് വ്യവസ്ഥയുടെ മൊത്തം ചെലവ് എന്ന് പറയുന്നത് 400 ആണ്. കാരണം ഫുൾ എംപ്ലോയ്മെൻറ്റ് ഔട്ട്പുട്ട് 200ഉം ഒരു യൂണിറ്റിൻ്റെ പ്രൈസ് 2ഉം. അപ്പോൾ 200 × 2 എന്ന് പറയുമ്പോൾ 400 എന്ന് നമുക്ക് ആൻസർ വരും. ഇഫ് ദ പ്രൈസ് ലെവൽ were above 2, say at 4, the existing total spending would be unable to purchase the full employment output of 200 units. 500 രൂപയാണ് ടോട്ടൽ സ്പെൻഡിങ് വരുന്നത്. പക്ഷേ ആ ഒരു എമൗണ്ട് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? 200 യൂണിറ്റ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഔട്ട്പുട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് കഴിയില്ല. കാരണം ഒരു യൂണിറ്റിന് 4 എന്ന് പറയുമ്പോൾ 200 യൂണിറ്റ് ആണെങ്കിൽ 800 രൂപ നമുക്ക് ആവശ്യമായിട്ട് വരും. സോ ദ എമൗണ്ട് പർച്ചേസ്ഡ് വുഡ് ബി 100. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? 4 രൂപയായിട്ട് പ്രൈസ് വർദ്ധിക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് എത്രയായിട്ട് കുറയും? 100 ആയിട്ട് കുറയും. ഇറ്റ് വിൽ റിസൾട്ട് ഇൻ എ റിഡക്ഷൻ ഇൻ പ്രൊഡക്ഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് പ്രൊഡക്ഷനും കുറയുകയും അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു. In a system of competitive market for labor and goods, the money wage rate will fall freely in the face of unemployment. ഗുഡ്സ് മാർക്കറ്റിലാണെങ്കിലും ലേബർ മാർക്കറ്റിലാണെങ്കിലും മണി വേജ് റേറ്റ് എപ്പോഴാണ് കുറയുന്നത്? അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് കുറയുന്നത്. കോമ്പറ്റീഷൻ എമംഗ് ദ സെല്ലേഴ്സ് വുഡ് റിസൾട്ട് ഇൻ എ fall in prices. അപ്പോൾ ഇവിടെ സെല്ലേഴ്സ് തമ്മിലൊരു കോമ്പറ്റീഷൻ ഉണ്ടാവും. ആ കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് പ്രൈസ് കുറയുകയും ചെയ്യുന്നു. ഗിവൺ ദ അസംഷൻ ഓഫ് വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി, ദ സിസ്റ്റം വിൽ മൂവ് ടു ദി ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം. അപ്പോൾ ഇവിടെ വേജും പ്രൈസും ഒക്കെ ഫ്ലെക്സിബിൾ ആയതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? സമ്പദ് വ്യവസ്ഥയ്ക്ക് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയത്തിലേക്ക് എത്താൻ കഴിയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി എന്ന ടോപ്പിക്കിൽ പറയാനുള്ളത്. ക്ലാസ് എല്ലാവരും കാണുക. ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.